അധ്യായം 90. സൂറത്തുൽ ബലദ്. രാജ്യം. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 20. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. ഈ രാജ്യത്തെ കൊണ്ടു ഞാൻ സത്യം ചെയ്തു പറയുന്നു. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. നീ ഈ രാജ്യത്തിൽ അനുവദനീയനാണ് താനും. വവാലിദിൻ വമാ വലദ്. ജനയിതാവിനെയും അത് ജനിപ്പിക്കുന്നതിനെയും കൊണ്ടും സത്യം ചെയ്യുന്നു. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. തീർച്ചയായും മനുഷ്യനെ ക്ലേശത്തിലായിക്കൊണ്ട് നാം സൃഷ്ടിച്ചിരിക്കുന്നു. അതിന്റെ ധിക്കാരം മൂലം വ്യാജമാക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചു വരുന്നതും മക്കയിലായിരുന്നതുകൊണ്ട് ഈ രാജ്യം അതിലെ ഏറ്റവും ദുർഭാഗ്യവാനായവൻ എന്ന് മക്കനായി എഴുന്നേറ്റ സന്ദർഭം. ഇസ്ലാമിന് മുമ്പ് ജാഹിലിയ്യത്തിലും ആ രാജ്യത്തിന് അറബികൾ വമ്പിച്ച സ്ഥാനം കൽപ്പിച്ചിരുന്നുവല്ലോ. ഖുറൈശികൾക്ക് അറബികളുടെ നേതൃസ്ഥാനം അവരോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മക്കയിലെ അല്ലാഹുവിന്റെ ഒട്ടകവും അതിന്റെ വെള്ളം കുടിയും സൂക്ഷിക്കുക. ആ രാജ്യത്തെ കൊണ്ടും അതിനു ഭംഗം വരുത്തരുത്. മുസ്ലിങ്ങളെ മാത്രമല്ല മുശ്രിക്കുകളെ അപേക്ഷിച്ചും വളരെ പ്രാധാന്യം അറിയിക്കുന്നു. അടുത്തതായി ജനയിതാവിനെ കൊണ്ടും അതും ജനിപ്പിച്ചതിനെ കൊണ്ടും സത്യം ചെയ്തിരിക്കുന്നു. ജനയിതാവ് എന്ന അർത്ഥം കൽപ്പിച്ച വാലിദ് എന്ന വാക്ക് മാതാവിനും പിതാവിനും ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ അവർ അദ്ദേഹത്തെ വ്യാജമാക്കി അതിനെ കുത്തിയറുത്തു കൊന്നു. ചിഹ്നം ചേർത്ത് അപ്പോൾ അവരുടെ പാപം നിമിത്തം അവരുടെ റബ്ബ് അവരിൽ ശിക്ഷ ആകെ മൂടിക്കളഞ്ഞു. എന്നിട്ട് അത് എല്ലാവർക്കും സമപ്പെടുത്തി. അഥവാ ഒരാളും ഒഴിവായില്ല. ആ നിലക്ക് മനുഷ്യപിതാവിന്റെയും മനുഷ്യ സമുദായത്തിന്റെയും അല്ലെങ്കിൽ മറ്റെല്ലാ സമുദായങ്ങളുടെയും അവയുടെ ജനയിതാക്കളുടെയും അഥവാ റബ്ബ് അതിന്റെ അനന്തരഫലത്തെ ഭയപ്പെട്ടിരുന്നതുമില്ല. ഒരാൾ പോലും ബാക്കിയാകാത്ത വിധം അത്ര വ്യാപകവും അടുത്തതുമായ ശിക്ഷ അവർക്ക് നൽകിയത് നിമിത്തം എന്തെങ്കിലും ഭവിഷ്യത്ത് സംഭവിച്ചേക്കുമോ എന്നുള്ള യാതൊരു ഭയവും അള്ളാഹുവിന് ഇല്ലായിരുന്നു എന്ന് സാരം. ഇത് അവരെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതാണ്. വിവരിക്കേണ്ടതുണ്ട്. സാലിഹ് അലൈഹിസ്സലാം നബിയുടെ ജനതയായ സമൂദ് ഗോത്രത്തെ സംബന്ധിച്ച് ശുഅറാ, നംല് എന്നീ സൂറത്തുകളിൽ വിശദമായി വിവരിച്ചിട്ടുണ്ടല്ലോ. നിരുപാധികമായവൻ സംഭവത്തിന്റെ ഏറ്റവും സംക്ഷിപ്ത രൂപമാണ് ഇവിടെ കാണുന്നത്. അവർ സാലിഹ് അലൈഹിസ്സലാം നബിയെ നിഷേധിക്കുകയും ധിക്കാരം പ്രവർത്തിക്കുകയും ചെയ്തു. അവർക്ക് ദൃഷ്ടാന്തമായി ഒരു ഒട്ടകത്തെ അല്ലാഹു നിശ്ചയിച്ചിരുന്നു. അവരുടെ ജലാശയത്തിലെ വെള്ളം അവർക്കും ആ ഒട്ടകത്തിനുമിടയിൽ പങ്കിടപ്പെട്ടിരുന്നു. ഒട്ടകത്തെ ഉപദ്രവിക്കരുതെന്നും ഉപദ്രവിച്ചാൽ അവരിൽ പൊതുശിക്ഷ ഇറങ്ങുമെന്നും അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിരുന്നു. എന്നാൽ അവരുടെ ധിക്കാരം മുഴുത്ത് ഒട്ടകത്തെ അറുത്തു കൊല്ലുവാൻ തന്നെ അവർ തീരുമാനിച്ചു. അവരിൽ വെച്ച് ഏറ്റവും കടുത്ത ഒരു ധിക്കാരി, അതെ ഏറ്റവും വലിയ നിർഭാഗ്യവാൻ, അതിന് മുമ്പോട്ട് വന്നു. താമസിയാതെ അല്ലാഹു ഒരു ഭൂകമ്പവും ഉഗ്രശബ്ദവും അവരിൽ നിയോഗിച്ചു. അതവരെ ഒന്നടങ്കം നശിപ്പിക്കുകയും ചെയ്തു. ഇതാണ് സംഭവത്തിന്റെ ചുരുക്കം. ആ സമുദായത്തിൽ വലിയ നാശകാരികളായ 9 പേരുണ്ടായിരുന്നുവെന്ന് സൂറത്തു നംല് 48-ൽ അല്ലാഹു പ്രസ്താവിച്ചിട്ടുണ്ട്. അവരിൽ വെച്ച് ഏറ്റവും വലിയ പോക്കിരിയായിരിക്കാം ഈ ദുഷ്ടൻ. മുൻകൈയെടുത്തത് അവനാണെങ്കിലും ആ കൃത്യം നിർവഹിച്ചത് ജനതയുടെ ആവശ്യമനുസരിച്ചും അവരെ പ്രതിനിധീകരിച്ചും കൊണ്ടായിരുന്നതിനാൽ കുറ്റത്തിൽ എല്ലാവരും പങ്കാളികളാണല്ലോ. ആകയാൽ അതവരുടെ പൊതുനാശത്തിന് ഇടയാകുകയും ചെയ്തു. ഏതാനും ഭാഗം ഇസ്ലാമിന് കീഴൊതുങ്ങിക്കഴിഞ്ഞെങ്കിലും ഇസ്ലാമിന്റെ മർമ്മപ്രധാനവും പൂർവ്വകേന്ദ്രവുമായ മക്കാ നഗരി വിഗ്രഹങ്ങളുടെ ഭരണാധികാരത്തിൽ അവശേഷിക്കുവാൻ പാടില്ലല്ലോ. ഖുറൈശികളുടെ ഒരു കരാർ ലംഘനത്തെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പടയെടുത്തു ചെന്നു. കഅബയുടെ മഹത്വത്തിനും ബഹുമാനത്തിനും യാതൊരു കോട്ടവും വരുത്താതെ ആ രാജ്യം ജയിക്കുകയും ചെയ്തു. സാധാരണ നിലക്ക് മക്കയിലേക്ക് പടയെടുത്തതും അല്പനേരത്തെ നിസ്സാര ഏറ്റുമുട്ടലുണ്ടായതും അതിന്റെ അലംഘനീയതക്ക് യോജിച്ചതല്ലോ. എന്നാൽ അത് മേൽ സൂചിപ്പിച്ച പ്രകാരം അള്ളാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച പ്രത്യേക അനുമതി അനുസരിച്ചായിരുന്നു. ഈ യാഥാർത്ഥ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇലെ സുപ്രസിദ്ധമായ പ്രസംഗത്തിൽ വ്യക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. 2. ഈ രാജ്യം കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. ഇതിന്റെ അലംഘനീയതയും പരിഭാവനത്വവും എല്ലാവരും അറിയുന്നതാണ്. എങ്കിലും നീ അഥവാ നബി ഈ രാജ്യത്ത് അനാദരിക്കപ്പെട്ടവനും അക്രമങ്ങൾക്ക് വിധേയനും ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെയാണ് മറ്റൊരു വ്യാഖ്യാനം. ഈ നിലക്കൊരു മാറ്റം വഴിയെ വരാനിരിക്കുന്നുവെന്ന് ഇതിൽ സൂചനയുണ്ട്.
3. ഈ രാജ്യത്തു നീ അഥവാ നബി താമസിച്ചു വരുന്നുവെന്നു കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ രാജ്യം കൊണ്ട് സത്യം ചെയ്യുന്നത്. ഇതാണ് മൂന്നാമതൊരു വ്യാഖ്യാനം. മക്കായുടെ സുസ്ഥിരമായ സ്ഥാനപദവികൾ നിലവിലുള്ളതോടെ തന്നെ അള്ളാഹുവിങ്കൽ നിന്നുള്ള ദിവ്യ സന്ദേശങ്ങൾ ഏറ്റുവാങ്ങിയും അത് പ്രബോധനം ചെയ്തും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവിടെ താമസിച്ചു വരുന്നത് ആ പദവികൾക്ക് കൂടുതൽ മാറ്റുകൂട്ടുന്നതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഹിജ്റയ്ക്കു ശേഷം ഈ പദവി 3 ഹറമുകളിൽ 2ാം സ്ഥാനമുള്ള മദീനക്ക് ലഭിച്ചിരിക്കുകയാണ്. 3ാമത്തെ ഹറം ബൈത്തുൽ മുഖദ്ദസുമാകുന്നു. പലതരം ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടുള്ള ഒരു പ്രകൃതിയോടെയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നത്രേ മേൽക്കണ്ട സത്യങ്ങളെ തുടർന്ന് അള്ളാഹു പ്രസ്താവിക്കുന്നത്. കുറച്ചുകാലം മാതാവിന്റെ ഗർഭാശയമാകുന്ന ഇടുങ്ങിയ ഒരു ഇരുട്ടറയിൽ മനുഷ്യൻ അസ്വതന്ത്രനായി കഴിച്ചുകൂട്ടുന്നു. അതിൽ നിന്ന് പുറത്തു വരുന്നതും ക്ലേശമനുഭവിച്ചുകൊണ്ട് തന്നെ അന്നു മുതൽ തൊട്ട് മരണം വരെ ദേഹത്തിനും മനസ്സിനുമായി, സ്വന്തം കാര്യത്തിലും കുടുംബകാര്യത്തിലുമായി, സാമ്പത്തികവും സാമൂഹ്യവുമായി ഇങ്ങനെ പല വിധത്തിൽ എത്രയെത്ര വിഷമങ്ങൾ അവൻ അനുഭവിക്കണം. ആലോചിച്ചു നോക്കുക. ഇങ്ങനെ ക്ലേശപൂർണമായ ഈ ജീവിതത്തിൽ കൂടി വേണം മനുഷ്യന് ഭാവി ജീവിത വിജയത്തിനുള്ള മാർഗങ്ങളും കരസ്ഥമാക്കുവാൻ. പ്രബോധന തുറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചു വരുന്ന ക്ലേശങ്ങളും അക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണെന്നും അതിൽ വ്യസനപ്പെടേണ്ടതില്ലെന്നും ഒരു സൂചനയും ഈ വചനത്തിൽ അടങ്ങിയിരിക്കാം. ഏതായാലും പരലോക ജീവിതത്തിന്റെ കാര്യം കണക്കിലെടുക്കാതെ, അതിനുവേണ്ടി ക്ലേശം സഹിക്കുവാൻ തയ്യാറില്ലാതെ, സ്വേച്ഛകൾക്ക് വേണ്ടി എന്തു ക്ലേശവും സഹിക്കുവാൻ തയ്യാറാകുന്നവരാണ് ഒരു വിഭാഗം ആളുകൾ. അവരെ പറ്റി അള്ളാഹു പറയുന്നു: